വി സ്റ്റോറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ്. ഞാൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പേരെന്താ? അഞ്ജന. അനുനന്ദ. എവിടെ നിന്നാണ്? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ. എടാ, നിങ്ങൾക്കിപ്പോൾ ഇൻവിസിബിൾ ആവാനും മൈൻഡ് റീഡിങ്ങും ഇങ്ങനെ 2 പവർ കിട്ടണം. പക്ഷെ ഒരെണ്ണെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യണം? മൈൻഡ് റീഡിങ്. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, ആൾക്കാരെ എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മൈൻഡ് റീഡിങ് ഇപ്പോൾ ചൂസ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് മൈൻഡ് റീഡിങ് മാത്രമല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇൻവിസിബിളാണ് ചൂസ് ചെയ്യണമെങ്കിൽ അനുവിനോട് ചോദിച്ചോ. മൈൻഡ് റീഡിങ് തന്നെ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഓരോ മനുഷ്യന്മാരുടെ ഇഷ്ടമാണ് എല്ലാവരെയും ഇങ്ങനെ ഉള്ളറിഞ്ഞ് അറിയാൻ വേണ്ടി. അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നാലും ഓരെ കൊണ്ട് മനസ്സിലാക്കാനെല്ലാം പറ്റുമല്ലോ. ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, പിന്നെ ഒരു കാര്യം, 5 കാര്യം ഞാൻ പറയും. അതിൽ 2 നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. ഫാഷൻ, ഷോപ്പിംഗ്, സ്കിൻ കെയർ, ബ്യൂട്ടി പ്രോഡക്ട്സ്, ട്രാവൽ, ഫുഡ്. ഈ 5 2 സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്കിപ്പ് ചെയ്യണം? പാഷൻ. എന്തല്ല പറഞ്ഞേ? എടാ, ബ്യൂട്ടി പ്രോഡക്ട്സ്, സ്കിൻ കെയർ, ഷോപ്പിംഗ്, ഫുഡ്, ട്രാവൽ. ഒന്ന് ട്രാവൽ സ്കിപ്പ് ചെയ്യും. രണ്ടാമതൊന്നും ഇല്ലല്ലോ. എന്നാലും ബാക്കി 4 ഒരെണ്ണം കൂടെ സ്കിപ്പ് ചെയ്യും. ബ്യൂട്ടി പ്രൊഡക്ട്സ് സ്കിപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് മറ്റേത് സ്കിപ്പ് ചെയ്യും? അത് സ്കിപ്പ് ചെയ്തെന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ വേണം. ഫുഡ് ഇല്ലാണ്ട് പറ്റൂല. ഷോപ്പിംഗും ഇല്ലാണ്ട് പറ്റൂല. ട്രാവലിംഗും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നീയോ? ഫാഷനും ബ്യൂട്ടി പ്രൊഡക്ട്സ് സ്കിപ്പ് ചെയ്യോ? ബാക്കിയെല്ലാം മതി. ബാക്കി മതി. ഇതുപോലെ തന്നെ ഫുഡ് ട്രാവലെല്ലാം വേണോ? മസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് മൈൻഡ് റീഡിങ്ങും പിന്നെ ഇൻവിസിബിളും ആവാൻ 2 പവർ കിട്ടണേ. പക്ഷെ ഈ ഒരെണ്ണെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവിസിബിൾ. എന്തുകൊണ്ട്? എന്താ വെച്ചാല് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കണോ, അപ്പൊ പിന്നെ ആൾക്കാർ കണ്ടാൽ നല്ല പ്രശ്നം. ഓക്കെ, എന്നൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇൻവിസിബിൾ ആവാൻ ചാൻസ് കിട്ടി, ആദ്യം ചെയ്യണം 3 കാര്യം എന്തായിരിക്കും? ഇൻവിസിബിൾ ആയാലോ? ആദ്യം ഒന്ന് ശാസ്ത്രന്റെ പിറകെ പോകണം. കുറെ ഉഡായിപ്പുണ്ടോ എനിക്ക്, അതൊന്ന് കണ്ടുപിടിക്കണം. 2 എന്ത് വല്ല ബാങ്കിലും പോയിട്ട് പൈസ എടുക്കുക. അതിനെന്ത് കാര്യമില്ല, ഞാൻ ഇൻവിസിബിൾ ആയ ബാങ്ക് കുത്തി ഓർക്കൂ. മൂന്നാമത്തല്ലേ? എനിക്കില്ല, സിംഗിളാണ്. ചോദിച്ചു നോക്കിയ സിഗ്മ അല്ല ഇത്. ഞാന് മൂന്നാമത്തെ എന്തില്ല, ഇൻവിസിബിൾ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ത് ഇൻവിസിബിൾ ആവാൻ ചാൻസ് കിട്ടിയാലോ? ഞാൻ കൊറേ കറങ്ങാൻ പോകും, കൊറേ ഫുഡ് അടിച്ചു മാറ്റും. പിന്നെ പൈസ ഉണ്ടാവില്ലല്ലോ നമ്മുടെ കയ്യില്. വേണോ? എല്ലായിടത്തും ഞാൻ പോകും. എനിക്ക് പോകാൻ പറ്റാവുന്ന എല്ലായിടത്തും ഞാൻ ഇൻവിസിബിൾ ആയിട്ട് പോകും. ഫുഡ് കഴിക്കും കുറെ. മൂന്നാമത്തത് പ്രത്യേകിച്ച് ബ്ലാങ്കായി പ്രത്യേകിച്ചൊന്നുമില്ല. മൂന്നാമത്തൊന്നും കിട്ടൂല. മൂന്നാമത്തെ എനിക്ക് പിന്നെ കുറച്ച് ആൾക്കാരെ പറ്റിക്കണ്ട, അവരെല്ലാം പറ്റിച്ച് ജീവിക്കാൻ. എങ്ങനെ പേടിപ്പിച്ച് അങ്ങനെയാണ്? അല്ല, പറ്റിച്ചെന്ന് വെച്ചാൽ എങ്ങനെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പറ്റിച്ച മീൻസ് ഇപ്പോൾ പാസ്റ്റിൽ ഉദാഹരണം കുറച്ച് തേപ്പെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അവരെങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് എങ്ങനെ പറ്റുമല്ലോ? അവർ ഭർത്താവിൻ്റെ ഒപ്പം നല്ല മൂമെന്റ്സിൽ പോകുമ്പോഴേക്ക് പോയിട്ട് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കിയിട്ട് ഈ കൊളാക്കിയിട്ട് ഡൈവോഴ്സ് വരെ എത്തിക്കുക. അതൊക്കെ എത്ര നല്ല ഇൻവിസിബിൾ ആയിട്ട്. അല്ലേ ഞാൻ ഉണ്ടാക്കൂ. അതൊക്കെ നീയും നിന്റെ ഒരു കപ്പിളും ഒരുമിച്ച് എന്തോ നടന്നു പോവാണ്. ആ ടൈമില് ഞാൻ 2 പേരും വേറെ വേറെ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ അവന്റെ കൈയെടുത്ത് നിന്റെ മൊത്തം കടിപ്പിക്കുക. നീ എന്തായാലും റിയാക്ട് ചെയ്യല്ലേ? അവനും അറിയത്തില്ല സംഭവം എന്താന്ന്. സോ ഒബ്വിയസ്ലി അവനും റിയാക്ട് ചെയ്യൂ. ഇൻവിസിബിൾ ആണ്, എന്തും ചെയ്യാതെ. അത് ശരിയാ. 3 നേരം കുളന്നോണ കിട്ടട്ടെ അങ്ങനെ ഒരു പവർ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.